ഹായ് ഫാമിലീസ് ആൻഡ് ഫ്രണ്ട്സ്. ഹലോ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഇന്ന് ഞങ്ങളുടെ ആനിവേഴ്സറി ആണ്. സോ അതിൻ്റെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. പെട്ടെന്നുണ്ടായ ഐഡിയ, ഞാൻ ക്വസ്റ്റ്യൻസ് ഒക്കെ നോട്ട് ചെയ്ത് നമ്മുടെ ഏട്ടന് സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്തു. ഞാൻ ഓയിലായിട്ടുള്ള ഹെയർ വേഗം കെട്ടി വെച്ച് ലിപ്സ്റ്റിക് ഇട്ട് വന്നിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ഏട്ടനോട് ചോദിക്കാറുണ്ട്. സോ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അതൊരു വീഡിയോ ആക്കാം. അപ്പോൾ ഈ വീഡിയോ ഞങ്ങൾ 2 മാസം പോലും ഞങ്ങളുടെ മാരീഡ് ലൈഫ് കണ്ടിന്യൂ ചെയ്യില്ല എന്ന് പറഞ്ഞ ഒരുപാട് പേരുണ്ട്. പ്രത്യേകിച്ച് ബന്ധുക്കൾ നാട്ടുകാരും. സോ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. 15 years. യെസ്, യു ഹേർഡ് ഇറ്റ് റൈറ്റ്. ഫിംഗർ ക്രോസ്ഡ്. അപ്പം ഞാൻ ആദ്യം തന്നെ എനിക്ക് അറിയാൻ ആഗ്രഹമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ഏട്ടന് ആസ് എ ഹസ്ബൻഡ് ഹൗ സാറ്റിസ്ഫൈങ് യു ആർ? അങ്ങനെ ഞാനത് പറയാൻ എനിക്കറിയില്ല. അതിന് ഈ ഒരു ചോദ്യത്തിന് ഞാൻ സത്യം പറഞ്ഞാൽ ഏതൊരു രീതിയിൽ ഉത്തരം പറയണമെന്ന് അറിയില്ല. ഞാൻ ഒരു ഭാര്യ എന്ന നിലയിൽ, അതുപോലെ ഒരു ലവർ എന്ന നിലയിൽ, അല്ലെങ്കിൽ ചില സമയത്ത് ഒരു അമ്മ എന്ന നിലയിൽ, അല്ലെങ്കിൽ ചില സമയത്ത് എനിക്കൊരു കുട്ടി എന്ന നിലയിൽ, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്ന പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. എനിക്ക് എന്താ പറയുക, കിട്ടാത്ത പല സ്നേഹങ്ങളും, മീൻസ് ഭയങ്കര കെയർ, വളരെയധികം കെയർ എനിക്ക് ചില കുട്ടികളോടുള്ള കെയർ ഇല്ലേ, അതുപോലും എനിക്ക് ചില സമയത്ത് എനിക്ക് മോളുടെ കയ്യിൽ നിന്ന് കിട്ടാറുണ്ട്. കുട്ടികളോട് പെരുമാറുന്ന പോലെ എന്നോട് പെരുമാറും, ചില കുട്ടിത്തത്തോടെ പെരുമാറും. പിന്നെ എനിക്ക് എന്ത് തുറന്നു പറയാനും കഴിയുന്ന ഒരാളാണ്. പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ വിവാഹത്തിന് മുന്നേ ഒന്നും ഇങ്ങനെയൊന്നും നമ്മൾ ഒരു പ്രീ പ്ലാൻഡ് ഒന്നല്ല ഒന്നും. പക്ഷേ അതിലേക്ക് ഇറങ്ങുമ്പോൾ ഇതൊക്കെ എന്താ പറയുക, ഇതൊക്കെയാണ് വേണ്ടതെന്നും ഇങ്ങനെയൊക്കെ തന്നെയാണ് വേണ്ടതെന്നൊക്കെ മനസ്സിലായി. പിന്നെ ഇതൊക്കെ കൊണ്ട് ഒത്തു വന്നല്ല, അതായത് നമ്മൾ മുൻകൂട്ടിയൊന്നും പ്ലാൻ ചെയ്തതല്ലതൊന്നും. പക്ഷേ എല്ലാം രണ്ടുപേരുടെയും സഹകരണം ഇല്ലാതൊന്നും ഒരു കാര്യം എന്താ പറയുക ശരിയാവില്ല. അപ്പോൾ ഞാൻ നല്ല രീതിയിൽ മോളോട് പെരുമാറി മാത്രമേ മോൾ എന്നോട് നല്ല രീതിയിൽ പെരുമാറുള്ളൂ. ഞാൻ മോശമായിട്ട് പെരുമാറി മോളും മോശമായിട്ട് പെരുമാറും. അപ്പോൾ രണ്ടുപേരുടെയും സഹകരണമാണ് ഇതിന് ഏറ്റവും വലിയ. ഭാര്യ എന്ന നിലയിൽ നിന്നുള്ള ചോദ്യത്തിന് മാത്രം ഒരു പ്രസക്തി ഇല്ല. സ്ത്രീ പല രൂപത്തിലാണെങ്കിലും മോള് വളരെയധികം എന്താ പറയുക, എന്നെ ഞാൻ ആസ് എ ഹസ്ബൻഡ് എന്ന നിലയിൽ ഞാൻ വളരെ സന്തോഷവാനാണ്. എന്നോട് ചോദിച്ചാൽ എനിക്ക് കാണാൻ നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം, അള്ളാഹ്ക്കും അറിയാം. എനിക്ക് ഇതിൽ കൂടുതലൊന്നും വേണ്ട. ലൈക്ക് കുട്ടിയാവില്ലേ, അതൊക്കെ കഴിഞ്ഞ മുതലേ എനിക്ക് ഹൗസ് വൈഫ് ആവുക, അല്ലെങ്കിൽ സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ ഭാര്യമാരുണ്ടാവില്ലേ, നല്ല രസമായിട്ടുള്ള അങ്ങനത്തെ ഒരു ലൈഫ് ലീഡ് ചെയ്യുക, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഞാൻ അതിങ്ങനെ മാനിഫെസ്റ്റ് ചെയ്തിട്ടൊക്കെ ഉറങ്ങാറുണ്ട്. ഓക്കെ, പിന്നെ പെട്ടെന്നാണ് നമ്മൾ കല്യാണം കാര്യങ്ങൾ അതൊക്കെ കഴിഞ്ഞതും അത് ഫെയിലായതും അങ്ങനെയൊക്കെ അറിയാലോ. അത് കാലയ്ക്കും എനിക്ക് അമ്മോ, അപ്പോൾ എത്ര ഒരു അടിപൊളി ഡിസിഷൻ ആയിരുന്നു എൻ്റെ എന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ അതല്ലല്ലോ അല്ലേ. ഇതിലും ഭംഗിയായിട്ട് ഇനി ഒരു സ്ത്രീക്കും ആഗ്രഹിക്കാൻ പറ്റില്ല. ഓക്കെ, അത്ര അടിപൊളിയാണ് ഏട്ടൻ ആസ് എ ഹസ്ബൻഡ്. ഓക്കെ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എനിക്ക്. അത് നമ്മൾ അറിയുന്ന എല്ലാവർക്കും അറിയാം. ദ ബെസ്റ്റ് 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 ആയിട്ടുള്ള ഹസ്ബൻഡാണ്. താങ്ക് യു സോ മച്ച്. 15 yearsൽ എന്തെങ്കിലും എന്നോട് നുണ പറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒളിച്ചു വെച്ചിട്ടുണ്ടോ? ഞാൻ ഒളിപ്പിച്ച കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ മോൾക്ക് എന്തെങ്കിലും വിഷമമാവുമെന്ന് വിചാരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. പിന്നെ അങ്ങനെ ഞാൻ വല്ല നുണയും പറഞ്ഞിട്ടുള്ളതായിട്ട് എനിക്ക് നുണ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ എനിക്ക് ഞാൻ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ളൊരു നുണ എനിക്ക് ഓർമ്മ വരുന്നില്ല. ഇനി ഞാൻ നുണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ പിടിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കും. കാരണം എൻ്റെ മുഖത്തുള്ള എക്സ്പ്രഷനും എൻ്റെ എല്ലാ എന്താ പറയുക സ്വഭാവത്തിലെ ചില വ്യത്യാസങ്ങളൊക്കെ കാണുമ്പോൾ മോൾക്ക് പെട്ടെന്ന് മനസ്സിലാവും, അതുകൊണ്ട് പിടിക്കപ്പെടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയത് എന്താ വെച്ചാൽ, കക്കാൻ അറിയുകയാണെങ്കിൽ നമ്മൾ നിൽക്കാനും പഠിക്കണം. പക്ഷേ നമുക്ക് കക്ക അറിയാത്ത കാരണം ശരിയായ രീതിയിൽ കക്ക അറിയില്ല, പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കണ്ടല്ലോ. അപ്പോൾ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് ഒളിപ്പിച്ച് വെച്ച് ചെയ്യേണ്ട കാര്യങ്ങളായിട്ടൊന്നും ഇല്ല. എല്ലാം നമ്മൾ തുറന്ന് പറയുന്നതുകൊണ്ട് പിന്നെ ഒരു ഒളിപ്പിച്ച് വെക്കേണ്ട ഒരു കേസ് ഇവിടെ വരാറില്ല. അതാണ് സത്യം. അങ്ങനെ ചോദിച്ചാൽ നുണ പറഞ്ഞിട്ടുണ്ടാവും, ധാരാളം പറഞ്ഞിട്ടുണ്ടാവും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, മെയിൻ എക്സാമ്പിൾ ഫുഡ് സ്കിപ്പ് ചെയ്ത കാര്യത്തിൽ. ഇപ്പോൾ നമ്മൾ ഒരുമിച്ചില്ലാത്ത സമയങ്ങൾ ഉണ്ടാവുമല്ലോ. ഞാൻ കുറേ നാട്ടിൽ നിന്നുണ്ടായിരുന്നു, കേരളത്തിൽ, അതായത് വീട്ടിൽ അമ്മയുടെ കൂടെ നിന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കാലിക്കറ്റ് ഉണ്ടായിരുന്നു, പിന്നെ ഞാൻ ട്രിവാൻഡ്രം ഉണ്ടായിരുന്നു, കൊച്ചിയിലുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ കുറേ മാറി മാറി നിന്നിട്ടുണ്ട്. ലൈക്ക് പിന്നെ കാലിക്കറ്റ്, പിന്നെ കുന്നംകുളം, പിന്നെ ഇതാ ഇവിടെ ബഹ്റൈനിൽ. അപ്പോൾ ഒരുപാട് മാറി നിന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ വിഷമമുണ്ടാന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല എന്നാണ് പറയും. അല്ലെങ്കിൽ ഫുഡ് ഏതെങ്കിലും സ്കിപ്പ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ കയ്യിലെ എക്സ്പെൻസിന് പൈസ ഓൾറെഡി ആയിട്ട് തന്നിട്ടുണ്ടാവും. അപ്പോൾ അത് തികയില്ലെന്ന് ചോദിക്കും. അപ്പോൾ ചിലപ്പോൾ തികയുണ്ടാവില്ല, അല്ലെങ്കിൽ കഴിഞ്ഞിട്ടുണ്ടാവും, വേറെ എന്തെങ്കിലും ആവശ്യമുണ്ട്, അപ്പോൾ നുണ പറയും. അങ്ങനെ കുറേ നുണകൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും വയ്യായിക ഉണ്ടെങ്കിൽ, ചിലപ്പോൾ ചെറിയ ചെറിയ വയ്യായിക ഉണ്ടെങ്കിൽ ഒക്കെ നുണ പറയും, ഇല്ല പറയും. പിന്നെ ഏട്ടൻ തലയിൽ തൊട്ട് സത്യം ചെയ്യാൻ പറയും, അപ്പോൾ പിന്നെ സത്യം പറയും. അങ്ങനെ ചോദിക്കാൻ മറന്ന സമയത്തൊക്കെ ഞാൻ നുണ പറയാറുണ്ട്. അങ്ങനെ കുഞ്ഞു കുഞ്ഞു നുണകൾ ഓഫ് കോഴ്സ് കുറേ 15 വർഷത്തിലും 15,000 പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ പോയിന്റ്സ് ഇതൊക്കെ ആയിരിക്കും കേട്ടോ. പിന്നെ ഹൈഡ് ചെയ്തെന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു സീരിയസ് കാര്യമില്ല. അങ്ങനെ ഹൈഡൊന്നും ചെയ്തിട്ടില്ല. ഓക്കെ, പ്രത്യേകിച്ചൊന്നുമില്ല. എനിക്ക് ഓർമ്മയിൽ ഒന്നും അങ്ങനെ ഹൈഡ് ചെയ്തതായിട്ടൊന്നും പറഞ്ഞില്ല. പിന്നെ എന്നോട് ആരെങ്കിലും സത്യമായിട്ട് ആരോട് പറയരുതെന്ന് പറഞ്ഞാൽ പോലും
ഞാൻ അവരോട് തന്നെ പറയാറുണ്ട്, 99% അവരോട് പറയും സോറി ഏട്ടാ ഞാൻ ഏട്ടനോട് പറയുമെന്ന് പറയാറുണ്ട്. ഇനി ഞാൻ അങ്ങനെ പറയാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ ഞാൻ മനസ്സിൽ പറയും, ഞാൻ സോറി ഈശ്വര, ഇത് സോറി അല്ല, ഇത് ഉറപ്പ് ഞാൻ ഏട്ടനോട് പറയും, അങ്ങനെ ഞാൻ പറയും. അതുകൊണ്ട് ഏട്ടനോട് പറയാത്ത ഒന്നുമില്ല. പിന്നെ ഒന്ന് രണ്ട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുണ്ട്, അതിപ്പോൾ നടന്നതാ. അത് ഫോണിൽ കൂടെ പറയാൻ പറ്റില്ല, നേരിട്ട് പറയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ഹൈഡല്ല, അത് നേരിട്ടിട്ടാണ്. കാരണം ഫോണിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏട്ടൻ എങ്ങനെ റിയാക്ട് ചെയ്യുന്ന അറിയില്ല. അതുകൊണ്ട് നേരിട്ട് പോയി പറയും, ടട്ടൂന്ന് വിളിച്ചിട്ട് പറയും. ഇനി നമ്മൾ ഈ 15 ഇയേഴ്സിൽ ഏട്ടൻ എപ്പോഴെങ്കിലും നമ്മളുടെ കല്യാണം അല്ലെങ്കിൽ എന്നെ കല്യാണം കഴിക്കുക എന്നുള്ള ഒരു തീരുമാനം തെറ്റായിരുന്നോ, അല്ലെങ്കിൽ നമ്മൾ വഴക്ക് കൂടുമല്ലോ ഇടയ്ക്കൊക്കെ, അപ്പോൾ അതിൽ ഡിവോഴ്സ് അങ്ങനൊക്കെ ചിന്തകൾ പോയിട്ടുണ്ടോ എന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ചില സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് തീരുമാനം തെറ്റാണ് എന്നുള്ളതല്ല, വെച്ചാൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തതുകൊണ്ട് മോൾക്ക് കുറേ വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട്. എസ്പെഷ്യലി ഫാമിലിയുടെ പ്രശ്നങ്ങൾ, അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നാറുണ്ട്, ഇപ്പോഴും തോന്നാറുണ്ട്. കാരണം നമ്മൾ ഒന്നിച്ചത് കൊണ്ടാണല്ലോ അങ്ങനെ സംഭവിച്ചത്, അല്ലെങ്കിൽ മോൾക്ക് അങ്ങനെ ഒരു എന്താ പറയുക, ഫാമിലിയിൽ നിന്ന് നമ്മളുടെ പാരൻസിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഉള്ളൊരു ഹാപ്പിനെസ് ഇല്ലാതെ പോകുന്നത് ഒരു വിഷമം എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്, എപ്പോഴും ഉണ്ട് സത്യം പറഞ്ഞാൽ. ഞാനെപ്പോഴും ദൈവത്തിനോട് പോലും എപ്പോഴും ഞാൻ അത് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അതും കൂടെ മോൾക്ക് കൊടുക്കണമെന്ന് എപ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട് സത്യം പറഞ്ഞാൽ. ഡിവോഴ്സ് എന്നുള്ള കാര്യം സ്വപ്നത്തിലല്ല, ഞാൻ എൻ്റെ ഒരു എന്താ ഉപബോധ എന്തോ മനസ്സില്ല, അതിൽ പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല ഡിവോഴ്സ് എന്നുള്ള കാര്യം. ഓക്കെ, ബിക്കോസ് എങ്ങനത്തെ ഒരു ലൈഫിൽ നിന്നാണ് നമ്മൾ സ്കിപ്പ് ചെയ്ത് പോരേണ്ടത്, അല്ലെങ്കിൽ നമ്മളത് ഡിവോഴ്സായി പോരേണ്ടതെന്ന് എനിക്ക് നല്ല അറിയാം. കാരണം ഞാൻ അങ്ങനെ ഒരു ലൈഫിൽ നിന്ന് ഡിവോഴ്സായി വന്ന ഒരാളാണ്. സോ ഇതെനിക്ക് സ്വർഗ്ഗമാണ്. സോ അങ്ങനെ ചിന്ത എനിക്ക് നോ. പിന്നെ തെറ്റായ തീരുമാനം, ഓ ഗോഡ്, ഈ ഒരു കാര്യം പറയുമ്പോൾ എനിക്കൊരു കാര്യം പറയാം. എന്നോട് വളരെ വേണ്ടപ്പെട്ട ഫാമിലിത്തെ ഒരാൾ പറഞ്ഞു, നീ രണ്ടുപേര് കേട്ടോ, പേരൊന്നും പറയുന്നില്ല, രണ്ടുപേരും എന്നോട് പറഞ്ഞു, നീ എടുത്ത തീരുമാനം തെറ്റാണെന്ന് പറയും, എന്നാൽ ഞങ്ങൾ ഇന്ന് മുതൽ മിണ്ടാന്ന് പറഞ്ഞു. രണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ഫാമിലിയാണ് കേട്ടോ. ഞാൻ പറഞ്ഞു സോറി, നിങ്ങൾ എന്തായാലും ഒരു 19 വർഷത്തോളം എന്നോട് മിണ്ടി, ശരിയാണ്, പക്ഷേ ഇനി ഞാൻ മരണം വരെ ഏട്ടൻ്റെ കൂടെയാണ് ജീവിക്കുന്നുണ്ട്. എനിക്ക് നിങ്ങൾ മിണ്ടിയില്ലെങ്കിലും എനിക്ക് കുറച്ച് വിഷമം കുറവാണ്, കാരണം ഏട്ടൻ അത്രയും ഭംഗിയിൽ ഇവിടെ നോക്കുന്നുണ്ട്. അതുകൊണ്ട് തീരുമാനം തെറ്റാന്ന് ഞാൻ പറയില്ല, കാരണം നുണ പറയേണ്ട ആവശ്യമില്ലല്ലോ. എനിക്ക് തീരുമാനം തെറ്റാന്ന് തോന്നാറില്ല, പക്ഷെ തീരുമാനം ഏട്ടനെ കുറച്ചും കൂടെ മുന്നേ കണ്ടുമുട്ടിയിരുന്നെങ്കിൽ എനിക്ക് കൊതിയാവാറുണ്ട്. കാരണം കുറച്ചും കൂടെ അടുത്ത് സ്പെൻഡ് ചെയ്യാം ഏട്ടൻ്റെ അടുത്ത്, അങ്ങനെ തോന്നിയിട്ടുണ്ട്. അല്ലാണ്ട് എടുത്ത തീരുമാനം തെറ്റാന്ന് നെവർ എവർ. ഓക്കെ, ഫസ്റ്റ് മാരേജിനൊക്കെ മുന്നേ തന്നെ കാണായിരുന്നല്ലോ, അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. അടുത്ത ചോദ്യം മോളോട്, എന്നിൽ വെച്ചാൽ എൻ്റെ കാര്യം പറയണ്ട, എനിക്ക് നല്ലതും അതുപോലെ ചീത്തതുമായിട്ടുള്ള മാറ്റങ്ങൾ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? നല്ല മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ദിവസം കൂടുതൽ കഴിയുന്തോറും നമ്മൾ നല്ല അടുക്കുന്നുണ്ട്, നല്ല ഫ്രണ്ട്സ് ആവുന്നുണ്ട്, ഭയങ്കരമായിട്ട് ഫ്രണ്ട്ഷിപ്പ് വളരുന്നുണ്ട്. അപ്പം അതൊരു നല്ല കാര്യം തോന്നുന്നുണ്ട്. ഏട്ടൻ 2010 വെച്ചിട്ട് ഏട്ടൻ ആ സമയത്തൊക്കെ ഇങ്ങനെ കുറച്ചൊക്കെ ഇൻട്രോവേർട്ട് ടൈപ്പ് ആയിരുന്നു, എൻ്റെ കൂടെ അല്ല മൊത്തത്തിൽ. പക്ഷെ അതിങ്ങനെ മാറി വന്ന് ഇപ്പം ഏട്ടൻ എൻ്റെ അതേ വൈബായി, പ്രത്യേകിച്ച് എന്നോട്. ബാക്കിയുള്ളവരോട് അത്ര ഒന്നുമില്ലെങ്കിലും അപ്പം അതൊരു നല്ല മാറ്റം, കാരണം എനിക്ക് അതിഷ്ടമാണ്. ഓക്കെ, പിന്നെ ചീത്തത് പറയാൻ അങ്ങനെ ഇല്ല, നല്ലത് ഏട്ടനെ കുറേയൊക്കെ ഏട്ടന് ഇഷ്ടപ്പെട്ട ആൾക്കാർ കുറച്ച് പേരുണ്ട്. അവരൊക്കെ എന്തെങ്കിലും ചീത്തവും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഏട്ടൻ പെട്ടെന്ന് ദേഷ്യപ്പെടും, സ്നേഹം കൊണ്ടാണ്. പക്ഷെ അത് അവർക്ക് മനസ്സിലാവില്ല, അവർ ഏട്ടനോട് പിണങ്ങി നടക്കും. കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ഏട്ടനായിരുന്നു ശരി എന്നുള്ളത്. അങ്ങനെ ഏട്ടൻ റിയാക്ട് ചെയ്യായിരുന്നു. ഇപ്പം ഏട്ടൻ റിയാക്ട് ചെയ്യാറില്ല, എന്തെങ്കിലും കാട്ടിക്കോട്ടെ, ഞാൻ പറഞ്ഞ എന്തായാലും നിങ്ങൾ കേൾക്കാൻ പോകുന്നില്ല, അനുഭവിക്കട്ടെ, പഠിക്കുമ്പോൾ പഠിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഏട്ടൻ സൈലൻ്റ് ആവും. അതൊക്കെ നല്ലൊരു മാറ്റമായിട്ട് തോന്നിയിട്ടില്ല ഏട്ടൻ. കാരണം ഇടപെടാറില്ല, എന്തെങ്കിലും ചെയ്തോ നിങ്ങളുടെ ഇഷ്ടം, ഞങ്ങളുടെ ലൈഫ് ഞങ്ങളുടെ ലൈഫ്, അങ്ങനത്തെ ഒരു മൈൻഡിൽ ഏട്ടൻ നിൽക്കുക. അപ്പോൾ അതെനിക്ക് ഇഷ്ടമായി. കാരണം വെറുതെ എന്തിനാ നമ്മൾ ഇങ്ങനെ ചീത്തപ്പേര് വാങ്ങിച്ചു കൂട്ടുന്ന ചൂടൻ, ദേഷ്യപ്പെടുന്ന ആൾ. സത്യം ഏട്ടൻ്റെ ഭാഗത്തായിരിക്കും, പക്ഷേ ഏട്ടൻ അത് പറയുന്നവർ മനസ്സിലാക്കില്ല. അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല മാറ്റമായിട്ട് തോന്നിയിട്ടുണ്ട്. ചീത്തതാണോ എന്താണെന്ന് എനിക്കറിയില്ല. ഏട്ടന് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കരയും ഏട്ടൻ, അതൊക്കെയൊരു ഇഷ്ടമല്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കരയും, കാരണം ഞാൻ പിന്നെ അങ്ങനെ ഒരു സാധനമാണ്. പക്ഷേ ഏട്ടൻ അങ്ങനെ കരയുമ്പോഴേക്ക് നെഞ്ചിൻ്റെ അവിടെ അങ്ങനെ, പണ്ടൊക്കെ കൊല്ലത്തിലൊക്കെ കരഞ്ഞിരുന്നുള്ളൂ. ആ കരച്ചിലിൻ്റെ കാരണം ഞാനാവട്ടാ. എനിക്ക് വയ്യായി വരുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ ഉമ്മാനിപ്പാനും കാണാൻ വേണ്ടിയിട്ട് കരയും. ഇപ്പോൾ ഇല്ല കേട്ടോ, കാരണം നമ്മൾ വീട്ടിൽ പോയി ഉമ്മാനിപ്പാനും കണ്ടല്ലോ. അങ്ങനെ കരയുമ്പോൾ പിന്നെ അതൊക്കെയാണ്. ഇപ്പം ഞങ്ങൾ തമ്മിൽ വഴക്കിടുമ്പോൾ പിണങ്ങുമ്പോൾ അപ്പോഴൊക്കെ കരയും. പക്ഷെ ഇപ്പോൾ ഈ അടുത്ത് നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ വഴക്ക് കൂടിയിട്ട് ഇപ്പോൾ 2 വർഷത്തോളമായി. കണ്ണ് വെക്കരുതേ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഏട്ടൻ കരയണം എന്തിനാണെന്ന് വെച്ചാൽ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ ഭയങ്കര വിഷമം വരും, നല്ല കരയും ഏട്ടൻ. നമ്മൾ പോത്ത പോലത്തെ ആളുകളൊക്കെ കരയുമ്പോൾ നമുക്ക് ഭയങ്കര വേദന അല്ലേ ഇവിടെ. അപ്പോൾ അത് ഏട്ടൻ മാറ്റണം, അതെനിക്ക് ഇഷ്ടമല്ല. ഓക്കെ,
ഏട്ടന് വേണ്ടിയിട്ട് ഞാൻ കരയില്ലല്ലോ. നല്ലത് എന്ന് പറഞ്ഞാൽ നല്ല ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കരച്ചിൽ കുറച്ച് കുറവാണ്. ഓക്കെ, അല്ലെങ്കിൽ എപ്പോഴും കരയും. പിന്നെ നല്ലൊരു മാറ്റമാണത്. പിന്നെ ചീത്തതെന്ന് പറഞ്ഞാൽ ചീത്തതെന്ന് പറഞ്ഞപ്പോൾ എന്താ ചീത്ത മാറ്റം ഒരു ചീത്ത മാറ്റം എന്ന് പറഞ്ഞാൽ എന്താ, അത് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ലല്ലോ. മാറ്റമൊന്നും എനിക്ക് ഓർമ്മ വരുന്നില്ല. മാറ്റമൊന്നുമില്ല. ആരെങ്കിലും വെച്ചാൽ അന്യൊരു പുരുഷൻ അല്ലെങ്കിൽ അന്യ ഒരു വ്യക്തി എപ്പോഴെങ്കിലും മോളെ ചീത്ത ഉദ്ദേശവുമായിട്ട് സമീപിച്ചിട്ടുണ്ടോ? അത് എന്തും ആവട്ടെ. അങ്ങനെ ഓൺലൈൻ സോഷ്യൽ മീഡിയയിൽ അങ്ങനത്തെ അല്ല ഞാൻ പറഞ്ഞത്, റിയൽ ആയിട്ടാണ് ഞാൻ പറയുന്നത്. റിയൽ ആയിട്ട് ഒരാൾ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. ഇത് ഏട്ടൻ അറിയാട്ടാ, ഏട്ടനോട് പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് 2 years മുന്നേ നടന്ന ഇൻസിഡൻ്റാ. ഇത് കാണുമ്പോൾ ഇപ്പം അമ്മും വിനേട്ടനും അമ്മൂനോടും വിനേട്ടനോട് പറഞ്ഞിട്ടില്ല. കാരണം അവർക്കൊക്കെ അറിയുന്ന ആളാണ്. അതുകൊണ്ട് പിന്നെ അയാൾ അങ്ങനെയല്ല നോക്കുക. അപ്പം അതെനിക്ക് ഇഷ്ടമില്ല. കാരണം ആളെ എനിക്കിപ്പോഴും സ്നേഹവും റെസ്പെക്റ്റും ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് തന്നെ പറയില്ല. അത് അമ്മോ വിനേട്ട രണ്ടാളും ചോദിക്കരുത്, പ്രത്യേകിച്ച് അമ്മ ചോദിക്കും. അത് ഞാൻ പറയില്ല, സോറിയില്ല. അപ്പോൾ ആള് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മളിപ്പോഴും ഫ്രണ്ട്സാണ് കേട്ടോ, ചോദിക്കില്ല. ആള് പറഞ്ഞിട്ടുണ്ട് എന്നെ ഭയങ്കര ഇഷ്ടമായി. പിന്നെ നിങ്ങളുടെ ലൈഫിൽ, അതായത് എൻ്റെയും ഏട്ടൻ്റെ ലൈഫിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാതെ എന്നെ മാറി നിന്ന് സ്നേഹിച്ചോട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. റിയൽ ആയിട്ടുള്ള കോൺവെർസേഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞ് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടു, ആസ് എ ഫ്രണ്ട് നിങ്ങൾക്ക് സ്നേഹിക്കാം, പക്ഷെ ചീത്ത ഒരു രീതിയിലുള്ള ആലോചന വെച്ചിട്ട് എന്നെ പ്രേമിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. എന്നെ ഒരു സ്ത്രീ അങ്ങനെ ആരും ചീത്ത ഉദ്ദേശത്തോടെ ഒരിക്കലും അങ്ങനെ സമീപിച്ചിട്ടില്ല. കാരണം നമ്മളറിയുന്ന ആൾക്കാരാണ് എല്ലാവരും, നമ്മൾ പരസ്പരം അറിയുന്ന ആൾക്കാരാണ് എല്ലാവരും. അത് നമ്മൾ ആന്ധ്രയിലാണെങ്കിലും നമ്മൾ കേരളത്തിലാണെങ്കിലും നമ്മളെ സുഹൃത്തുക്കളാണെങ്കിലും എല്ലാവരും നമ്മളെന്താണ്, നമ്മളെങ്ങനെയുള്ള ആൾക്കാരാണ് എന്ന് നമ്മളടുത്തറിയുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതലുള്ളത്. നമുക്കറിയുന്ന ആൾക്കാർ അവരൊക്കെ നമ്മൾ എത്രത്തോളം ഉണ്ടെന്നൊക്കെ എല്ലാവർക്കും അറിയാം. സോ ആരും അങ്ങനെ ഒരു ചീത്ത ഉദ്ദേശത്തോടെ ഒന്നും ആരും വന്നിട്ടില്ല. എല്ലാവരും നല്ല സ്നേഹത്തോടെ, എന്താ പറയുക, നല്ല ഉദ്ദേശത്തോടെ മാത്രമേ വന്നിട്ടുള്ളൂ. ഓക്കെ. ഇനി ഏട്ടന് എപ്പോഴെങ്കിലും വേറെ സ്ത്രീകളോട് ആ ഒരു ഫീൽ ഉണ്ടാവില്ലേ, ലൈക്ക് ക്രഷ് അല്ല കേട്ടോ, ക്രഷ് ഒബ്വിയസ്ലി തോന്നാം, നത്തിങ് റോങ് ഇൻ ദാറ്റ്. ഇഷ്ടം, ഇൻഫാക്ച്വേഷൻ, അങ്ങനെ സംഭവം തോന്നിയിട്ടുണ്ടോ? വേറൊരു സ്ത്രീയോട് ഫീലിങ്സ് മുന്നേ ഉണ്ടായിരുന്നു, അത് നമുക്കറിയാവുന്നതാണ്. മുന്നേ എനിക്കൊരു ഇതുണ്ടായിരുന്നു, ഇഷ്ടമുണ്ടായിരുന്നു, അത് നമുക്കറിയാം. ഞാൻ അതല്ല പിന്നെ നമ്മളതിന് ശേഷം ഒരു അങ്ങനെ ആരോടും തോന്നിയിട്ടില്ല. ഇനി അഥവാ എനിക്ക് ഒരു ഇൻഫാക്ച്വേഷൻ മീൻസ് നമ്മൾ കാണുമ്പോൾ ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ കാണുന്ന ഒരു ഭംഗിയുള്ള ഒരു സ്ത്രീനെ അല്ലെങ്കിൽ ഒരു കുട്ടീനെ അല്ലെങ്കിൽ മീൻസ് ഒരു ലേഡിയെ കാണുകയാണെങ്കിൽ ഞാൻ ഒന്നെങ്കിലും മോളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും സംഭവം, ഒരു കുട്ടീനെ കണ്ടു അല്ലെങ്കിൽ ഒരു സ്ത്രീനെ കണ്ടു, കാണാൻ നല്ല ഭംഗിയുണ്ട്, അല്ലെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ നടന്നു പോകുമ്പോഴാവും കാണുക നമ്മൾ രണ്ടുപേരും. അപ്പോൾ ഞാൻ മോളോട് പറയുകയും ചെയ്യും. ചിലത് മോൾ എന്നോട് പറയാറുണ്ട്, ഞാൻ പറയില്ല, പക്ഷേ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഞാൻ ഓർത്ത് പറയും. പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ എന്താ പറയുക, ഇതിങ്ങനെ പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, എന്തായാലും പറഞ്ഞു, അതാ പ്രശ്നം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കുന്നതാണ്. അങ്ങനെ ആരോടും ഒരു ഇത് തോന്നിയിട്ടില്ല, അങ്ങനെ ഒരു ഫീലിങ്സ് തോന്നിയിട്ടില്ല. നമ്മൾ രണ്ടുപേരും ഒന്നിച്ചതിന് ശേഷം എനിക്ക് അങ്ങനെ ആരോടും ഒരു എഫെക്ഷൻ അങ്ങനെ തോന്നിയിട്ടില്ല. എനിക്ക് ഇൻഫാക്ച്വേഷൻ അങ്ങനെ ആരോടും തോന്നിയിട്ടില്ല. ഇഷ്ടം അങ്ങനെയല്ല കേട്ടോ, ഇഷ്ടം ഇപ്പോൾ ഫ്രണ്ട്സിന് എല്ലാവരും ഇഷ്ടമാണ്. ആ ഇഷ്ടമല്ല, വേറെ രീതിയിലുള്ള ഇഷ്ടമുണ്ടല്ലോ, അത് ഒരാളോട് തോന്നിയിട്ടില്ല. എനിക്ക് അങ്ങനെ ആലോചിക്കുമ്പോൾ തന്നെ ഞാൻ പറയാൻ പോണ കാര്യം എന്നറിയോ, അങ്ങനെ ആലോചന എൻ്റെ ഏതെങ്കിലും സ്ഥലത്ത് തലച്ചോറിലേക്ക് എത്തുമ്പോഴേക്കും ഞാൻ തീർന്നു. കാരണം പിന്നെ ഈ ലോകത്ത് സ്നേഹത്തിന് ഇതിനൊന്നും വരില്ല. എനിക്ക് അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ എനിക്ക് ജീവിച്ചിരിക്കാൻ പറ്റില്ല. കാരണം പിന്നെ എൻ്റെ ജീവിതത്തിൽ അർത്ഥമില്ല, പിന്നെ സ്നേഹത്തിനൊരു വിലയില്ല. അങ്ങനെയൊക്കെ ആരോടെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ തോന്നിക്കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് ഏട്ടനോട്, ഇപ്പം ഞാൻ ഏട്ടൻ്റെ ഒരു ക്യാരക്ടർ വന്നിട്ട് ഇപ്പം എനിക്ക് ആരോടെങ്കിലും അങ്ങനെ ഇൻഫാക്ച്വേഷൻ തോന്നി ഏട്ടനോട് പറയാം, ഓക്കെ ഏട്ടൻ അത് നല്ല രീതിയിൽ തന്നെ ആയിരിക്കും ഡീൽ ചെയ്യുക ഓഫ്കോഴ്സ്. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നാൻ പാടില്ല. തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ജീവിക്കരുത്, അങ്ങനെ ഒരു ചിന്തയ്ക്ക്. കാരണം പിന്നെ അതിൽ കാര്യമില്ല. കാരണം ഏട്ടൻ തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഒരു അഭിമാനം തോന്നിയിട്ടുണ്ടോ, ഒരു പ്രൗഡ് തോന്നിയിട്ടുണ്ടോ?
ചില എൻ്റെ മേൽ മോൾക്ക് എപ്പോഴെങ്കിലും ഒരു പ്രൗഡ് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് എല്ലാതും ഏട്ടൻ്റെ കൂടെ ഹാപ്പിയാണ് കേട്ടോ. പ്രൗഡാണ് ഏട്ടൻ. ഏട്ടൻ എനിക്ക് എപ്പോഴും പ്രൗഡാണ് കേട്ടോ. കാരണം ഞാൻ പറയാം, ആദ്യം ഞങ്ങൾ ആന്ധ്രയിൽ 12 വർഷം ഏട്ടൻ ഒരു സ്കൂളിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അവിടെ 10-60 സ്റ്റാഫ്സ് ഉണ്ടായിരുന്നു. സ്റ്റാഫ്സ് എന്ന് പറയും, സ്റ്റാഫ് ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ദ ബെസ്റ്റ് സ്റ്റാഫായിട്ട് എല്ലാവരും പറയാറുള്ളത് ഏട്ടനെയാണ്. കാരണം സച്ച് എ ഹാർഡ് വർക്ക്. എനിക്ക് പറയും, കണ്ണ് വയ്ക്കുക നിങ്ങൾ, ഓക്കെ? അത്രയും ഡെഡിക്കേഷനാണ്, ഹാർഡ് വർക്കാണ് ജോലിയുടെ കാര്യത്തിൽ. എന്നെ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഏട്ടൻ നോക്കുന്നത്, അതേപോലെയാണ് 12 വർഷം അവിടെ ജോലി ചെയ്തതും. പിന്നെ നാട്ടിൽ നമ്മളൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിരുന്നു 6 months, അവിടെ ജോലി ചെയ്തും. ഇപ്പോൾ ഇതവിടെ നമ്മുടെ സൗദിയിൽ ജോലി ചെയ്തു. അപ്പോൾ ആ കാര്യത്തിൽ എനിക്ക് ഭയങ്കര പ്രൗഡാണ്. കാരണം 10 പേര് ചെയ്യേണ്ട ജോലി ഏട്ടൻ ഒറ്റയ്ക്ക് പെർഫെക്ഷനോടെ ചെയ്യും. അത് ഒരാളും ബിനൂപ് എന്നുള്ള പേര് മറക്കില്ല. എവിടെ പോയാലും ഒരാളും മറക്കില്ല. അത്രയും എനിക്കറിയാം. ഞാൻ നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ സെൻഡ് ഓഫ് ആയിട്ട് തിരിച്ച് വരുമ്പോൾ എല്ലാവരും വിഷമിച്ചത് എനിക്ക് ഇപ്പോഴും ആ ഒരു ദിവസം ഓർമ്മയുണ്ട്. അത്രയും പ്രൗഡാണ് എനിക്ക് ഏട്ടൻ്റെ ജോബിനോടുള്ള ഡെഡിക്കേഷനും അതൊക്കെ. പിന്നെ ഡേ പ്രത്യേകിച്ച് ഒന്നുമില്ല, കാരണം എല്ലാതും എനിക്ക് ഇഷ്ടമാണ് ഏട്ടൻ പാട്ട് പാടുന്നത്. അപ്പോൾ നമ്മൾ ഏതെങ്കിലുമൊക്കെ ഫംഗ്ഷനിലും അല്ലെങ്കിൽ ഗെറ്റ് ടുഗദേഴ്സിലൊക്കെ ഏട്ടൻ പാട്ട് പാടുമ്പോൾ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്നത്, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം, ഏട്ടനെ കുറിച്ച് എനിക്ക് ഭയങ്കര പ്രൗഡാണ്. അല്ലെങ്കിൽ എനിക്കറിയില്ല ഏട്ടൻ എങ്ങനെയാണെന്ന്, അത് എങ്ങനെ പറ്റണമെന്ന് എനിക്കറിയില്ല കേട്ടോ. നിങ്ങൾ വിശ്വസിക്കുന്നല്ല അറിയില്ല, പക്ഷെ ഞാൻ ഈ ലോകത്തെ തന്നെ സാക്ഷി നിർത്തി പറയാണ്, ഇന്ന് വരെ ഏട്ടൻ ഈ നിമിഷം വരെ, ഓക്കെ, ജൂലൈ 2-ാം തീയതി, ഈ നിമിഷം വരെ ഏട്ടൻ നമ്മൾ വഴക്ക് കൂടുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ദേഷ്യത്തിലിരിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ വിഷമം വന്നാലോ അല്ലെങ്കിൽ തമാശയ്ക്കോ ഏട്ടൻ ഇന്ന് വരെ എൻ്റെ പാസ്റ്റ് ലൈഫിനെ കുറിച്ച് ചോദിച്ചിട്ടില്ല. അല്ലെങ്കിൽ അത് ആരായിരുന്നു, വീട് എവിടെയായിരുന്നു, അല്ലെങ്കിൽ ആൾ എന്ത് ചെയ്യുന്നു, ആളിപ്പോൾ എവിടെയാണ്, എങ്ങനെയാണ്, എന്താണ് കാരണം, എന്താണ്, നിങ്ങളെ വിശ്വസിക്കില്ലെന്ന് എനിക്കറിയില്ല. പക്ഷെ അത് അള്ളാഹുവിനെ സാക്ഷി നിർത്തി ഞാൻ പറയാൻ, ഇന്ന് വരെ എനിക്ക് വേണ്ടപ്പെട്ട ഒരുപാട് പേര് ആ ഡിസ്കഷൻ നടത്തിയിട്ടുണ്ട് കേട്ടോ, സോറി. പക്ഷെ ഇന്ന് വരെ 3 വ്യക്തികൾ ചോദിച്ചിട്ടില്ല അതിനെ കുറിച്ചിട്ട്. 1 ബിനുവേട്ടൻ, 2 അമ്മു, ഓക്കെ. പിന്നെ ആർക്കും ഇന്ന് അത്ര അടുത്ത് ഇടപഴകാൻ കിട്ടിയിട്ടില്ലല്ലോ. ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ, പക്ഷെ അവരൊന്നും ചോദിക്കാറില്ല. പക്ഷെ ഏറ്റവും കൂടുതൽ ടൈം ഞാൻ ഇവരുടെ കൂടെ സ്പെൻഡ് ചെയ്തത്. പക്ഷെ ഇവരൊക്കെ ആണെങ്കിലും ബിനുവേട്ടനും ഏട്ടനുമാണ് ഞങ്ങൾ കുറേ കാലമായിട്ട്, അതായത് ഏട്ടനെ എത്ര വർഷമുള്ള ബന്ധമാണ് അതേ വർഷമാണ് ബിനുവേട്ടനും. പക്ഷെ ഈ ഒരു സെക്കൻഡിലൊരു ആലോചനയിൽ പോലും ഏട്ടൻ എന്തിന് വഴക്ക് കൂടുമ്പോൾ പറയാലോ, ചോദിക്കാലോ, അല്ലെങ്കിൽ കാഷ്വലായിട്ട് ചോദിക്കാലോ, തമാശക്ക് ചോദിക്കാലോ, എന്തെങ്കിലും ചോദിക്കാലോ. പക്ഷെ ഇന്ന് വരെ ഏട്ടൻ എന്നോട് ചോദിച്ചിട്ടില്ല. ആ ഒരു കാര്യത്തിലാണ് എനിക്ക് ഏറ്റവും ഏട്ടനോട് സ്നേഹവും റെസ്പെക്റ്റും. ഞാൻ പോലും തമാശയ്ക്ക് എൻ്റെ എക്സ് ഗേൾ ഫ്രണ്ടിനെ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ട്. പിന്നെ കാണാൻ പൊക്കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് തമാശയ്ക്ക് കളിയാക്കാറുണ്ട്. വഴക്കൂടുമ്പോൾ പറയില്ല കേട്ടോ, അതൊന്നുമില്ല. അത്ര എനിക്ക് ഏട്ടനെ ബഹുമാനമാണ്, സ്നേഹമാണ്. പക്ഷേ തമാശയ്ക്ക് നമ്മൾ പറയും അങ്ങനെയൊക്കെ പഴയ കാര്യങ്ങളൊക്കെ ചോദിക്കും, എന്നിട്ട് ഇക്കിലാക്കും, അങ്ങനെയൊക്കെ തമാശയൊക്കെ ചെയ്യും. പക്ഷെ അത്ര പോലും ഏട്ടൻ ഇന്നെ ചെയ്തിട്ടില്ല. ആ ഒരു കാര്യത്തിലേക്ക് ഏട്ടൻ ഭയങ്കര റെസ്പെക്റ്റാണ് കേട്ടോ. കൺവെൻഷനിൽ പോയാ മോളുടെ കേസിൽ എനിക്ക് പ്രൗഡ് തോന്നിയിട്ട് ഒരുപാടുണ്ട്. എന്താ വെച്ചാൽ, ഒന്നാമത്തെ മെയിൻ കാര്യം, മോള് ഒരു മൾട്ടി ടാസ്കറാണ്. ചില പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യും, പിന്നെ അടുക്കും ചിട്ടയോട് കൂടി ചെയ്യും. പിന്നെ മോള് നല്ലൊരു കുക്കാണ്. പിന്നെ പുതിയ ഡിഷുകൾ ഉണ്ടാക്കാനുള്ളൊരിതുണ്ട്. പിന്നെ പ്രശ്നങ്ങൾ പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയുന്ന ഒരാളാണ്. പ്രോബ്ലംസ് വരുമ്പോൾ അതിനെ വളരെ സിമ്പിളായിട്ട്, ഞാനും ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുമ്പോൾ ചില സമയത്ത് മോള് ഭയങ്കരമായിട്ട് സിമ്പിളായിട്ട് അതിനെ ഡീൽ ചെയ്യും. പിന്നെ എൻ്റെ പ്രോബ്ലംസ് പെട്ടെന്ന് പരിഹരിക്കും ചില സമയത്ത്. പിന്നെ എഡ്യൂക്കേഷൻ പരമായിട്ട് ഞാൻ മോള് പഠിക്കാൻ പോയപ്പോൾ, അതുപോലെ മോളെ തിരുപ്പതിയിൽ മോള് പഠിക്കാൻ പോകുമ്പോൾ മോള് അവിടെ പഠിക്കുന്നതൊക്കെ ആലോചിക്കുമ്പോൾ, മോള് നല്ലൊരു സ്ഥലത്ത് മോൾക്ക് പഠിക്കാൻ പറ്റി, അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കരധികം സന്തോഷവും അതുപോലെ എന്താ പറയുക, എനിക്ക് പ്രൗഡും തോന്നിയിട്ടുണ്ട്. അതുപോലെ മോളിപ്പോൾ മറ്റേ അക്കാഡമിയിൽ, ഇവിടെ അക്കൗണ്ട്സ് അക്കാഡമിയിൽ അവിടെ എല്ലാവരും അറിയുന്ന ഒരാളായി മാറി. അതുപോലെ എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഓണർക്ക് പോലും, മീൻസ് അവരുടെ ആൾക്കാർക്ക് പോലും അറിയുന്ന ഒരാളായി മാറി. അവിടെ വളരെ വളരെ ചുരുങ്ങിയ കാലയളവിൽ ആ ഒരു അക്കാഡമിയിലെ മൊത്തം എല്ലാവർക്കും അറിയുന്ന, എല്ലാ ബ്രാഞ്ചിലും അറിയുന്ന ഒരാളായി മാറി. അവരുമായിട്ട് നല്ലൊരു ബന്ധം പുലർത്താൻ പറ്റി. അതൊക്കെ, പിന്നെ നല്ല നല്ല ഫ്രണ്ട്സുകളുണ്ട്. അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷം അതുപോലെ പ്രൗഡും തോന്നും മോളുടെ കാര്യത്തിൽ. ഇനി
നമ്മൾ തല്ല് കൂടാറുണ്ടോ എന്ന് കുറേ പേര് ചോദിക്കാറുണ്ട് അവരോട്. തല്ല് കൂടും, നല്ല കൂടും, അടിപൊളിയായിട്ട് കൂടും. തല്ല് കൂടും, പരസ്പരം വർത്തമാനം പറയും, അതാണ് ഇതാണെന്നൊക്കെ പറയും. കുറേ കഴിഞ്ഞാൽ ഒന്നെങ്കിൽ മോള് മിക്കവാറും കറിയും. അപ്പോൾ പിന്നെ ഞാൻ പ്രശ്നമായിരിക്കും. കാരണം അപ്പോൾ ഈ സംഭവം എന്താ വെച്ചാൽ തല്ലുകൂടുന്നത് എന്താ വെച്ചാൽ മിക്കവാറും തല്ലുകൂടുന്ന ഭയങ്കര കോമഡി ആട്ടോ. അതാണ് ഏറ്റവും വലിയ സത്യം. നല്ല തല്ലുകൂടും കേട്ടോ. പക്ഷെ ഇപ്പോൾ ലാസ്റ്റ് 2 വർഷമായിട്ട് തല്ല് കൂടാറില്ല. ഇല്ല, എൻ്റെ ഓർമ്മയിൽ തല്ല് കൂടിയിട്ടില്ല 2 വർഷമായിട്ട്. അതിൻ്റെ മുന്നേ വരെ തല്ല് കൂടാറുണ്ട്, നല്ല തല്ല് കൂടാറുണ്ട്. പക്ഷേ നിങ്ങൾ വിശ്വസിച്ചാലില്ലെങ്കിലും അള്ളാണ് സത്യം, ഒരു രാത്രി പോലും പിണങ്ങിയിട്ട് ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല. അതാണ് ദ ബെസ്റ്റ് ടിപ്പിക്ക് എല്ലാവരോടും പറയാനുള്ളത്. നിങ്ങൾ അടികുടിക്കോ പിണങ്ങിക്കോ, പക്ഷേ കിടക്കനാട്ടി മുന്നേ സോൾവ് ചെയ്ത് കെട്ടിപ്പിടിച്ച് വേണം കിടന്നുറങ്ങാൻ. നിങ്ങൾക്ക് ഒരു രാത്രി അങ്ങനെ കിടക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, അതായത് മിണ്ടാതെ തെറ്റിയിട്ട് കിടക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 രാത്രി 1 മാസമൊക്കെ മിണ്ടാതിരിക്കാൻ പറ്റും. അതുകൊണ്ട് ഒരു രാത്രി പോലും നിങ്ങൾ പിണങ്ങിയിട്ട് ഉറങ്ങരുത് പാർട്ണറായിട്ട്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഇന്ന് വരാൻ ചെയ്തിട്ടില്ല. അത് എന്നോട് ചോദിച്ചാലും പറയും, എന്നോട് ചോദിച്ചാലും പറയും. പിന്നെ ഞങ്ങൾ തല്ലൂടാറുണ്ട്. ഞങ്ങളുടെ തല്ലൂട്ടൊക്കെ ഭയങ്കര രസമാണ്. മെയിൻ തല്ലൂട്ടം ഒരു 2 വർഷം മുന്നേ വരെ ഉണ്ടായിരുന്നത്, ഞാൻ വീട്ടുകാരനെ കാണുമെന്ന് പറയും കരയുമ്പോൾ ഏട്ടന് വിഷമം കയറിയിട്ട് ഏട്ടൻ ചീത്ത പറയും. അപ്പോൾ തല്ലൂടും. അപ്പോൾ ഞാനൊന്നും പറയില്ല, ഞാൻ അങ്ങനെ കരയും, ഏട്ടൻ തല്ലൂടും. നമ്പർ 2, ഫുഡ്. അതായത് എനിക്ക് മെറ്റബോളിസം ഭയങ്കര പ്രശ്നമാണ്. ഏട്ടൻ കഴിക്കുന്നതിൻ്റെ പകുതി ഞാൻ കഴിക്കുള്ളൂ. ഓക്കെ, പക്ഷേ ഞാൻ നല്ല വണ്ണം വയ്ക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ക്യാരക്ടറല്ലാട്ട ബോഡിയാണ്. അപ്പോൾ എൻ്റെ ബോഡീനെ കോൺഷ്യസ് ആയിട്ട് അല്ലെങ്കിൽ ബോഡി ഷേമിങ് ആരും ചെയ്താൽ ഇപ്പോഴൊന്നും ഇല്ല കേട്ടോ. അപ്പൊക്കെ ബോഡി ഷേമിങ് ചെയ്താൽ പുല്ലാണ്. ഓക്കെ, അപ്പോൾ ഏട്ടൻ്റെ ഭാഷയിലാണെങ്കിൽ ബീപ്പ്, അതാണ് ഞാൻ തള്ളൂടാറുണ്ട്. അതായത് വിഷമം വരുമ്പോൾ എനിക്ക് മനപ്പനെ കാണാം. ഇപ്പോൾ ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ടതിന് ശേഷം എനിക്ക് ആ ഫീലൊന്നും ഇല്ല, കാരണം കണ്ടു എല്ലാം അടിപൊളിയായി. ഓക്കെ, പിന്നെ ഫുഡ് സ്കിപ്പ് ചെയ്യുമ്പോൾ, പിന്നെ ആരെങ്കിലും ഇന്ന് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഞാൻ കരയുമ്പോൾ, എന്താണ് കരച്ചിലാണ് എൻ്റെ മെയിൻ. കരച്ചിലാണ് നമ്മുടെ ആയുധം. ഞാൻ കരയുമ്പോൾ ഏട്ടൻ ദേഷ്യപ്പെടും. അതാണ് 99.9% ഞങ്ങളുടെ വഴക്ക്. ഞാൻ കരയും, ഏട്ടൻ ദേഷ്യപ്പെടും. അപ്പോൾ ഞാൻ വീണ്ടും കരയും, അപ്പോൾ തല്ലൂടും, കഴിഞ്ഞു. ഓക്കെ, പിന്നെ വയ്യായിക വരുമ്പോൾ, നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എനിക്ക് വല്ല തലവേദന പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ തല്ലൂട്ട വീട്ടിൽ. എന്തിനേറെ പറയുന്നത്, എനിക്ക് പേടിയാണ്. എന്തെങ്കിലും പച്ചക്കറി എറിയുമ്പോഴോ, എന്താ പറയുക, കൈ മുറിയുമ്പോൾ അല്ലെങ്കിൽ സ്റ്റൗമ്പോൾ അവിടെ നിന്ന് ജസ്റ്റ് കൈ അവിടെ ഇവിടെ തട്ടുമ്പോൾ തീ ജസ്റ്റ് പൊള്ളുമ്പോൾ എനിക്ക് ആ വേദന ഉണ്ടാവാറില്ല ശരീരത്തിന്. പേടിയാണ്. കുറേ ഒളിപ്പിച്ചേക്കാം, പക്ഷേ എത്ര ഒളിപ്പിച്ചേക്കുക, ഏട്ടൻ വന്നപ്പോൾ അറിയതൊക്കെ. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ തല്ലൂട്ട വീട്ടിൽ. അതാണ് ഇതാണ് നോക്കിയില്ല, എനിക്ക് വേണ്ട ഈ ഫുഡ്, ഇത് ചോര കണ്ട ഫുഡ്, ഇത് വേണ്ട, വേദനിച്ചിട്ട് എനിക്ക് എന്തിനാണ് ഇറങ്ങുക, അങ്ങനെ ഓർത്ത് തല്ലൂട്ട്. അപ്പോൾ നമുക്ക് പിന്നെ കരച്ചിൽ. അതൊക്കെയാണ് ഞങ്ങൾ തല്ലൂടുന്ന കാരണം കേട്ടോ. ഓക്കെ, ഇപ്പം ഞാൻ കുറേയൊക്കെ മെച്ചുവേർഡ്, ഏട്ടക്കട ചിരിക്കും, മെച്ചുവേർഡ് അങ്ങനെയല്ല, കുറേയൊക്കെ എനിക്ക് ബോധം വെച്ചാൽ കൈ മുറിക്കലൊക്കെ കുറേ കുറഞ്ഞു. പിന്നെ വീട്ടിൽ കാണുന്നതിന് കരച്ചിലില്ല, ബിക്കോസ് അവരൊക്കെ ഹാപ്പിയാണ്. ഞാനവിടെ പോയി മനപ്പനെ കണ്ടു, അനിയന്മാരൊക്കെ അടിപൊളി, അവരുടെ ലൈഫ് സെറ്റായി, നമ്മൾ പുതിയ വീട് വെച്ചു, ഇനി എന്താ, എനിക്കൊന്നും നോക്കാനില്ല. സോ എനിക്ക് വിഷമമില്ല ഇപ്പോൾ. പിന്നെ ഫ്രണ്ട്സ് എല്ലാവരും മിണ്ടുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, അടിപൊളി, വീട്ടിലമ്മ ഹാപ്പി, എല്ലാവരും ഹാപ്പി. ഓക്കെ, ഇനി എന്ത് വേണം നമുക്ക്. അപ്പോൾ കരച്ചിൽ നല്ല കുറവപ്പോൾ. ഓക്കെ, അപ്പോൾ അത് കാരണം തല്ലൂട്ടും കുറവ്. അടുത്ത ചോദ്യം എന്താ വെച്ചാൽ, മോൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഉപദേശം, പുതുതായി കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്കാർക്ക് കൊടുക്കാവുന്ന ഒരു ഉപദേശം ആർക്കും ഇഷ്ടമല്ല, എന്നാലും മോളുടെ അഭിപ്രായത്തിൽ എന്ത് ഉപദേശം കൊടുക്കാം? എനിക്ക് നല്ല ഇഷ്ടമാണ് കല്യാണം കഴിക്കുന്നത്. നിങ്ങളെല്ലാവരും കല്യാണം കഴിക്കണം. ആൻഡ് കല്യാണം കഴിക്കാൻ പോകുന്ന ആളിനെ നല്ല മനസ്സിലാക്കി ടൈം എടുത്ത് കല്യാണം കഴിക്കണം. ഓക്കെ, ഇനിയിപ്പോൾ അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിൽ പോലും നല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്ത്, പിന്നെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് നല്ല ജോലിയൊക്കെ ആയി നിങ്ങൾക്ക് കയ്യിൽ പൈസ ഒക്കെ വരാൻ തുടങ്ങിയിട്ട് കല്യാണം കഴിക്കണം. ഓക്കെ, നല്ല ആളെ മനസ്സിലാക്കിയിട്ട് വേണം കല്യാണത്തേക്ക് കിടക്കാൻ. ഒന്ന്. രണ്ടാമത്തത്, നിങ്ങൾക്ക് കല്യാണം കഴിഞ്ഞ വീട്ടിൽ കംഫർട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ആൾക്കാരെയും മൈൻഡ് ചെയ്യരുത്. ഓക്കെ, പാർട്ട്ണറോട് കാര്യം പറയാം. നിങ്ങൾക്ക് കംഫർട്ട് ഇല്ലാത്ത സ്ഥലത്താണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പാർട്ട്ണറോട് കാര്യം പറയാം, അതിനുള്ള പരിഹാരം കാണാം. ഓക്കെ, പാർട്ട്ണർ അതിന് വില്ലിങ് അല്ലെങ്കിൽ പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ എന്താ ചെയ്യുക. ഓക്കെ, ഇനി നിങ്ങൾ എല്ലാവരുടെ കൂടെയാണ് താമസിക്കുകയെന്ന് വെച്ചെങ്കിൽ ഒരാളെയും പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാട്ടിക്കുട്ടികൾ ഉണ്ടാവില്ലേ, നല്ല മരുമക്കളാവാൻ വേണ്ടിയിട്ട്, അത് ദയവ് ചെയ്തിട്ട് ഡേ 1 മുതലേ ചെയ്യരുത്. ഓക്കെ, നിങ്ങൾ കല്യാണത്തിന് തലേ ദിവസം വരെ എങ്ങനെയാണോ അതേ സാധനം ഫോളോ ചെയ്യുക. പിന്നെ നോ പറയേണ്ടടുത്ത് നോ പറയുക. നമ്മൾ അവർക്ക് വിഷമാവും ഇവർക്ക് വിഷമാവും എന്നൊക്കെ വിചാരിച്ചിട്ട് ചെറിയ കാര്യത്തിന് പോലും തലയാട്ടി കൊടുത്തു കഴിഞ്ഞാൽ അത് ഭാവിയിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് പറ്റാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ സോറി കേട്ടോ, നല്ലപോലെ അയ്യോ അത് പറ്റില്ല, അയ്യോ അത് വേണം, അങ്ങനെ നല്ലപോലെ പറയും. നോ പറയാൻ പഠിക്കുക. ഓക്കെ, പിന്നെ കല്യാണം കഴിഞ്ഞെന്ന് കരുതിയിട്ട് ജോലി നിർത്തുകയോ അല്ലെങ്കിൽ പഠിത്തം നിർത്തുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ അംബീഷൻ കട്ട് ചെയ്യുകയോ ഒന്നും ചെയ്യരുത്. എങ്ങനെയാണോ അതിനെ ഫോളോ ചെയ്യാം. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുട്ടികൾ ഇഷ്ടമാണെങ്കിൽ കുട്ടികളാവാം, ഇഷ്ടമില്ലെങ്കിൽ അങ്ങനെ ആവാം. ഇനി അതിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സറോഗസി പോലത്തെ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാവും. നിങ്ങളുടെ ഇഷ്ടമാണ് കുട്ടി എന്നുള്ളത്. ഓക്കെ, അത് പാർട്ട്ണറോട് ഡിസ്കസ് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ.
പിന്നെ പാർട്ട്ണർക്ക് വേണ്ടിയിട്ട് പോലും നിങ്ങളുടെ ഇഷ്ടങ്ങൾ, അതായത് മറ്റുള്ളവരെ ഉപദ്രവിക്കാത്ത എന്ത് നിങ്ങളുടെ ഇഷ്ടമാണെങ്കിലും അത് ഫോളോ ചെയ്യുക. ഇതൊക്കെ ചെയ്താൽ മതി. അല്ലാണ്ട് അടിപൊളി പുതിയ മരുമകൾ എങ്ങനെയെന്നൊക്കെ ചോദിച്ചിട്ട് കുറേ നാട്ടിൻപുറത്തേക്ക് കുറേ ബി ആൾക്കാർ വരും. അവരൊന്നും സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒന്നും ചെയ്യണ്ട. ഓക്കെ, പറഞ്ഞോട്ടെ, അവിടുത്തെ മരുമകളില്ലേ അവിടെ ഭയങ്കര സാധനം, പറഞ്ഞോട്ടെ, എന്താ കുഴപ്പം, വീട്ടിൽ ഒരു പണിയും ചെയ്യില്ല, വേണ്ട, നിങ്ങൾക്ക് അറിയുന്ന പണി ചെയ്താൽ മതി, നിങ്ങളുടെ കാര്യം ചെയ്യും, നിങ്ങളുടെ ഭർത്താവിൻ്റെ നിങ്ങൾ രണ്ടുപേരും ഷെയർ ചെയ്ത് ചെയ്യും, അത്രയും ചെയ്താൽ മതി. പിന്നെ അവളുടെ അവിടെ പോകണം, ഇവിടെ അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ടാവും, ഒന്നും മൈൻഡ് ചെയ്യണ്ട. ഓക്കെ, മൈൻഡ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മരണം വരെ മൈൻഡ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഡേ 1 മുതലൊക്കെ നിങ്ങളായി തന്നെ ഇരിക്കുക. അതാണ് എനിക്ക് ടിപ്സ്. പിന്നെ ഹസ്ബൻഡിനായിട്ട് ഈ ലോകത്തെ ഏറ്റവും നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് ഹസ്ബൻഡിനെ മാറ്റുക, ഹസ്ബൻഡ് വൈഫിനെ മാറ്റുക. ഓക്കെ, എല്ലാതും ഷെയർ ചെയ്യുക. അതായത് നമുക്ക് പുറത്ത് ആൾക്കാർ കേട്ട ചിരിക്കുന്ന കാര്യങ്ങൾ പോലും, കുഞ്ഞ കാര്യങ്ങൾ പോലും ഷെയർ ചെയ്യാം, മതി. ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ സ്നേഹമുണ്ട്, സ്നേഹം ഉണ്ടെങ്കിൽ ലൈഫുണ്ട്. അരെ വാ, ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ സ്നേഹമുണ്ട്, സ്നേഹം ഉണ്ടെങ്കിൽ ലൈഫുണ്ട്. ഓക്കെ, ഒരു പാർട്ട്ണർ ഉണ്ടായിരിക്കെ നമുക്ക് വേറെ ആൾക്കാരോട് ഇഷ്ടം തോന്നും. ഓഫ് കോഴ്സ് ചിലർക്ക് തോന്നും. അങ്ങനെ തോന്നുകയാണെങ്കിൽ ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഈ പാർട്ട്ണറോട് കാര്യം പറയാം, എന്നിട്ട് അയാളുടെ ലീഗൽ ഡിവോഴ്സ് ചെയ്തിട്ട് വേറെ പോവാം. ഓക്കെ, അല്ലാണ്ട് പാർട്ട്ണർ ഉണ്ടായിരിക്കെ അയാളുടെ എല്ലാ പൈസയും വാങ്ങിച്ച് അയാളുടെ തരുന്ന എല്ലാ പ്രിവിലേജും അനുഭവിച്ചിട്ട് വേറെ ആൾക്കാരുടെ അടുത്ത് പോവില്ലേ, അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ക്യാരക്ടറുള്ള ആൾക്കാരനെ എനിക്ക് എൻ്റെ മേലിത് രോമാഞ്ചം വരുന്നു. അത് എനിക്ക് ഭയങ്കര ഹെയ്റ്റാണ്. അങ്ങനത്തെ ആൾക്കാരോട് എനിക്ക് 1% പോലും റെസ്പെക്റ്റും ഇല്ല, പുച്ഛം മാത്രം. ഇഷ്ടം തോന്നുന്നതിന് എനിക്ക് ഒരു ഇതിലും ഇല്ല കേട്ടോ, കാരണം നല്ല ഫീലാണ് ഇഷ്ടം തോന്നുക, കല്യാണം കഴിക്കുക, അതൊക്കെ അടിപൊളിയാണ്. പക്ഷേ നിലവിലുള്ള പാർട്ട്ണർ ഡിവോഴ്സ് ചെയ്തിട്ട് മാത്രം ആൾക്ക് റെസ്പെക്റ്റ് കൊടുക്കും. പിന്നെ അയാളുടെ ഒരു പൈസയും പ്രിവിലേജും ഒന്നും യൂസ് ചെയ്യരുത്. അങ്ങനെ ധൈര്യമുള്ളവർക്ക് എക്സ്ട്രാ മാരിറ്റൽ അഫെയർ യു ജസ്റ്റ് ഗോ എഹെഡ്. ഓക്കെ, അല്ലാത്ത പക്ഷം ഐ ജസ്റ്റ് ഹെയ്റ്റ് ദാറ്റ്. ഓക്കെ, ഹെയ്റ്റ് മാത്രമല്ല, എനിക്ക് അങ്ങനത്തെ സ്ത്രീകളോടും പുരുഷന്മാരോടും എനിക്ക് പുച്ഛത്തിൻ്റെ അങ്ങേയറ്റാണ്. ഓക്കെ, അങ്ങനെ ഉള്ള ആൾക്കാരനെ എനിക്ക് പേഴ്സണലി അറിയാം. ഞാൻ അവരോട് ചിരിച്ച് കളിച്ച് സംസാരിച്ചു എന്നൊക്കെ ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് എന്നോട് വെറുപ്പാവാം. ഓക്കെ, അത്രേ ഉള്ളൂ. ഐ ഹേറ്റ് ദാറ്റ് കോൺസെപ്റ്റ്. കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഉപദേശം എന്താ അറിയോ? പരസ്പരം കള്ളം പറയാതിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, കള്ളം പറയാതിരിക്കുക, കള്ളം പറയണ്ട, ഉള്ളത് പോലെ പറയാം പരസ്പരം രണ്ടുപേരും. അപ്പം തന്നെ ഒരു 90% ഇഷ്യൂസ് മാറും. അത്രേ ഉള്ളൂ. അതാണ് ഏറ്റവും വലിയ ടിപ്പ്. പരസ്പരം കള്ളം പറയണ്ട, അതാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ പരസ്പരം അറിയുക ഇങ്ങനെയൊക്കെ പറയില്ലേ, ഈ സംഭവമാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞത്. പരസ്പരം അറിയുക, പരസ്പരം അറിയാമെന്ന് പറഞ്ഞാൽ കള്ളം പറയാതിരിക്കുകയാണ്. പരസ്പരം അറിയുക, കള്ളം പറയാതെ കാര്യങ്ങൾ എന്താ ചോദിക്കുന്നത് ചിലത് പറയാം. എവിടെയായിരുന്നു വെച്ചാൽ ഞാൻ അവിടെ അല്ലായിരുന്നു, ഇവിടെ ആയിരുന്നു. എന്ത് ചെയ്യായിരുന്നു വെച്ചാൽ ഞാൻ അതല്ലായിരുന്നു, ഇതായിരുന്നു. പിന്നീട് അത് പിടിക്കപ്പെടുമ്പോൾ എന്താവും, അത് കുളമാവും. അപ്പോൾ എന്താ പറയുക, പിന്നെ വലിയ വലിയ ഇഷ്യൂസ് ആവും. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് പറഞ്ഞാലും എന്തായി, സംശയമായി. ഒരു തവണ നമുക്ക് തോന്നണം ഒരു തവണ ഞങ്ങളെ പറ്റിച്ചു. അപ്പോൾ പിന്നെ എപ്പോഴും നമ്മൾ നല്ല ചെയ്താലും ശരി നമ്മൾ പറ്റിക്കപ്പെട്ടാൽ തന്നെയാണ്. അതാണ് സത്യം. ഒരു തവണ കള്ളനായ പിന്നെ എപ്പോഴും കള്ളന്നല്ല പറയാം പോലെ. അപ്പോൾ നമ്മൾ അതിൻ്റെ ആവശ്യമില്ല, ഉള്ളത് പോലെ പറയാം, ധൈര്യത്തിൽ പറയാം, അത്രയേ ഉള്ളൂ. അതാണ് ഏറ്റവും വലിയ കാര്യം. അതാണ് ഏറ്റവും അതിനെന്താ വെച്ചാൽ നമ്മൾ വിശ്വാസം എന്ന് പറയുന്നത്, നമ്മൾ വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക, അതാണ് ആദ്യം ചെയ്യുന്നത്. കുറേ പേര് മെസ്സേജ് അയക്കാറുണ്ട്, നിങ്ങൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഷോ ഓഫ് ആണത്. ഈ വീഡിയോ കണ്ടിട്ട് ഷോ ഓഫ് ആണെന്ന് ചോദിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഞങ്ങളെ വീഡിയോ കാണണ്ട, അത്രേ ഉള്ളൂ. ഓരോരുത്തർക്കും ഓരോ വ്യൂ ഉണ്ട്, അവരുടേതായ ഒരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടിലേ എടുക്കുള്ളൂ. ഓരോരുത്തരും ഓരോരോ കാഴ്ചപ്പാടിലെടുത്തോട്ടെ, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഓക്കെ, നിങ്ങളുടെ കാഴ്ചപ്പാട്, നിങ്ങളുടെ ക്യാരക്ടർ, അത്രേ ഉള്ളൂ. എൻ്റെ മക്കളേക്ക് എനിക്കറിയില്ല കേട്ടോ ക്യാമറ. ഓക്കെ, ഇതുവരെ ഒരു ക്യാമറ ഓണാക്കി ഏട്ടാ ചിരിക്കേട്ടാ അല്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട് വേറെ നമുക്ക് ക്യാരക്ടർ ആവാൻ പറ്റുമോ ചോദിക്കണം. അങ്ങനെ ഓളാളാണോ എനിക്കറിയാത്തത്. എങ്ങനെ ക്യാമറ ഓണാക്കിയിട്ട് വേറൊരു ക്യാരക്ടർ ആവും എനിക്കറിയില്ല കേട്ടോ. ഞാൻ സോഷ്യൽ മീഡിയയിൽ വരാൻ കാരണം ഒരേ ഒരു കാരണം, എനിക്ക് എപ്പോഴും എൻ്റെ ഫാമിലിനാണെങ്കിലും റിലേറ്റീവ്സിനാണെങ്കിലും ഫ്രണ്ട്സിനാണെങ്കിലും കാണാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഒരിക്കൽ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളിൽ നിന്ന് ഞാൻ വായോണ്ട് കേൾക്കാൻ ഫോൺ വിളിച്ചിട്ട് എന്നോട് പറയണം, മോളെ ഞാൻ നിന്നെ ഫേസ്ബുക്കിൽ കണ്ട്, യൂട്യൂബിൽ കണ്ട് എന്നൊക്കെ. യൂട്യൂബിൽ ഇട്ടാണ്, ഫേസ്ബുക്കിൽ ഫോട്ടോ ഇടും. അപ്പോൾ എനിക്ക് മനസ്സിലായി കാണുന്നുണ്ട്, എന്നെ കാണാനുള്ളൊരു മീഡിയ അതാണ് അവർക്ക്. ഞാൻ കണ്ടു കഴിഞ്ഞാൽ അപ്പം ഹിസ്റ്ററി ഒക്കെ ഡിലീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അത് എനിക്ക് നിങ്ങൾ ഊഹിക്കാൻ പറ്റുന്നേക്കാളും നിങ്ങൾ ഊഹിക്കുന്നതിന് അപ്പുറത്തുള്ള ഒരാളെ പറയുന്നില്ല. അങ്ങനെയാണ് ഈ ഒരു ഐഡിയ തോന്നിയിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയത്. അപ്പോൾ അതുകൊണ്ടാണ് പൈസ മുടക്കിയിട്ട് ഒരു ക്യാമറ പോലും ഞാൻ വാങ്ങിക്കാത്തത്. മോണിറ്റൈസേഷൻ എനേബിൾ ആണ്, കാരണം അത് 1000 സബ്സ്ക്രൈബേഴ്സും ഇതൊക്കെ ആയപ്പോൾ അത് ഓട്ടോമാറ്റിക് എനേബിൾ ആയി, അതിന് പിന്നൊക്കെ വന്നു. പക്ഷേ നമ്മളുടെ വീഡിയോ ആകെ 200-300 ഒക്കെ പേരല്ലേ കാണുന്നുള്ളൂ.
എനിക്ക് തോന്നുന്നു എത്ര $30-50 ഉണ്ട്, അത്രേ ഉള്ളൂ. അങ്ങനെ ആയിട്ടുണ്ട്, അത്ര 2000-3000 ഉണ്ട്, അത്രേ ഉള്ളൂ. അത് എടുത്തിട്ടില്ല, അത് അറിയില്ല. ഒരു പ്രൊമോഷൻ വീഡിയോ നമ്മുടെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു കണ്ടിട്ടുണ്ട്. പരസ്യം ഓട്ടോമാറ്റിക് വരുന്നതാണ്, അല്ലാതെ നമ്മൾ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഒരു സാധനം ചെയ്തിട്ടില്ല. ഒരു മൈക്ക് വാങ്ങിച്ചിട്ടില്ല. ട്രൈപോഡ് ഞാൻ റീൽ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. അത് വെറും എത്ര റുപ്യ, 1000 റുപ്യ എത്ര ആയിട്ട്. എൻ്റെ ഫോണ് 5-6 വർഷമായിട്ട് പഴക്കമുള്ള, ഒന്നും മാറ്റിട്ടില്ല, അപ്ഡേറ്റ് ഇല്ല. പൈസയ്ക്കാണ് നമ്മൾ ഇതൊക്കെ അപ്ഡേറ്റ് ചെയ്യും, പ്രൊമോഷൻ വീഡിയോസ് ചെയ്യും, എന്തൊക്കെ ചെയ്യും, റിവ്യൂസ് ചെയ്യും. സോ പറഞ്ഞു വന്നത് എന്താ, ക്യാമറയ്ക്ക് വേണ്ടിയിട്ടാണ്. സോ നമ്മളെ എന്നെയും ഏട്ടനെയും ഇഷ്ടമുള്ള കുറേ പേരുണ്ട്. അവർക്ക് ഞങ്ങളെ കാണാനുള്ള ഒരു വഴിയാണ് സോഷ്യൽ മീഡിയ. ആൻഡ് ഞങ്ങളുടെ ലൈഫ് നശിച്ച പോണേന്ന് പ്രാർത്ഥിച്ചിരുന്ന കുറേ ആൾക്കാരുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഞങ്ങൾ ലൈഫിൽ സക്സസ് ആവില്ല എന്ന് പറഞ്ഞ കുറേ ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഞങ്ങളുടെ ലൈഫ് ഇങ്ങനെയാണെന്ന് കാണിക്കാനുള്ളൊരു, അതായത് വീഡിയോ ഓൺ ആക്കിയിട്ട് നമ്മൾ ഷോ ഓഫ് അല്ല, നമ്മുടെ ലൈഫ് ഇങ്ങനെയാണ്, അത് ക്യാമറയിൽ പകർത്തിയിട്ട് നമ്മൾ കാണിക്കുന്നു. ദാറ്റ്സ് ഇറ്റ്. ഇനി വേറെ ഒന്നും കാര്യം പറയണ്ട കേട്ടോ. നിങ്ങൾ വിചാരിക്കും നമ്മൾ കരയാറില്ല, നമുക്ക് വിഷമില്ല, അങ്ങനെയൊക്കെ വിചാരിക്കാറുണ്ട്. നിങ്ങളെല്ലാവരുടെ ലൈഫ് പോലെ തന്നെ ഒരുപാട് വിഷമങ്ങൾ, ഫിനാൻഷ്യലി ആൻഡ് ഫാമിലി പരമായിട്ട്, അങ്ങനെ വേറെ പല കാരണങ്ങൾ, അങ്ങനെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെ ഒരുപാട് വിഷമങ്ങൾ നമുക്കുണ്ട് കേട്ടോ. അല്ലാണ്ട് നമ്മൾ ഫുള്ള് ആസ് എ കപ്പിൾ അല്ലെങ്കിൽ ആസ് എ പാർട്ട്നേഴ്സ് നമ്മൾ ഹാപ്പിയാണ് ഫോർ ഷുവർ 100%. പക്ഷെ അല്ലെങ്കിൽ ഞാനൊരു മനുഷ്യനൊരു വ്യക്തിയാണ്, ഏട്ടന് വേറൊരു വ്യക്തിയാണ്. ആ ഒരു തരത്തിൽ ഒരുപാട് വിഷമങ്ങൾ വേറെ ഉണ്ടാവും. അങ്ങനെയൊക്കെ വിഷമമുണ്ട്, അതിനൊക്കെ നമുക്ക് വിഷമങ്ങളുണ്ടാവും. ഒരു വിഷമം വരും, അത് മാറും, അടുത്ത വിഷമം, അങ്ങനെയൊക്കെ സാധാരണ ലൈഫ് തന്നെയാണ്. പക്ഷെ ഞങ്ങൾ തമ്മിൽ അടിപൊളിയാണെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ അതൊന്ന് പറയണം എന്ന് വിചാരിച്ചു. കാരണം കുറേ പേർക്ക് അങ്ങനെ ധാരണയോട് പലരും ചോദിച്ചിട്ട് വരുന്നുണ്ട്, നീ കരയില്ലല്ലോ തീരെ, നിനക്ക് കരയേണ്ട ആവശ്യമില്ലല്ലോ, നിനക്ക് കരച്ചിൽ വരില്ലല്ലോ, നിനക്ക് വിഷമമില്ലല്ലോ ലൈഫിൽ. ലൈക്ക് വാട്ട്, വിഷമം എല്ലതും ഉണ്ട്, അയ്യോ അങ്ങനെയൊക്കെ പറയില്ല. അപ്പം ഇനി വൈൻഡപ്പ് ഏട്ടാ. 15ാമത്തെ വർഷം. ഐ എം സോ ഹാപ്പി ഏട്ടാ. ആൻഡ് ദൈവത്തിനോടും ഏട്ടനോടുള്ള കടപ്പാടും നന്ദി എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആൻഡ് എൻ്റെ പേരൻസിനെയും ഓഫ് കോഴ്സ്, അവരുടെ പ്രാർത്ഥന ഉറപ്പായിട്ട് എൻ്റെ കൂടെ ഉണ്ട്. ഇപ്പോഴും കാണാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിലും എനിക്ക് നല്ല ലൈഫ് കിട്ടിയെന്നറിഞ്ഞാലും കിട്ടണമെന്നും അവരുടെ പ്രാർത്ഥന ഒഴിച്ചുവിടാൻ പറ്റാത്തതാണ്. സോ അതിൻ്റെ ഒക്കെ ഭാഗമായിട്ടാണ് എനിക്ക് ഏട്ടനെ കിട്ടിയത് ഫോർ ഷുവർ. അതിന് എപ്പോഴും അള്ളാഹോട് നന്ദി പറയും. ഏട്ടനോടും ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് ഏട്ടാ. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ലൈഫ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ. ഹാപ്പി ആനിവേഴ്സറി ഏട്ടാ. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അടിപൊളി ലൈഫ് ഉണ്ടാവട്ടെ. വിഷമങ്ങൾ ഓഫ് കോഴ്സ് ഉണ്ടാവും എല്ലാവർക്കും, അതിനുപരി സന്തോഷം ഉണ്ടാവട്ടെ. ഞങ്ങൾക്ക് എല്ലാവരും ഇഷ്ടമാണ് കേട്ടോ. നിങ്ങളെല്ലാവരും സ്നേഹിക്കുക. പിന്നെ നിങ്ങളെ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവില്ലേ, അവരുടെ അടുത്തേക്ക് നിങ്ങളും പോവാതിരിക്കുക, നിങ്ങളും മൈൻഡ് ചെയ്യാതിരിക്കുക. പിന്നെ തല്ലുകൂടുക അങ്ങനത്തേന്നൊക്കെ മാറി നിൽക്കുക. സൈലൻസ് ഈസ് ദ ബെസ്റ്റ്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത എൻവയോൺമെൻറ്റ് മാറിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരോട് കൂടെ ജീവിക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ബൈ ബൈ, സീ യു.